മക്കളൊക്കെ വലുതായി സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ചു തുടങ്ങുന്നത് ഏതൊരു മാതാപിതാക്കൾക്കും അഭിമാനമാണ്. എന്നാൽ ഇവിടെ ഒരു തലതിരിഞ്ഞ പിതാവ്, അച്ഛൻ തൻ്റെ മകളായ ടെന്നീസ് താരത്തെ വെടിവെച്ച് കൊന്നു. 1-2-5 വെടിയുണ്ടയാണ് ഉപയോഗിച്ചത്. ദുരഭിമാനമാണത്രേ. മകളുടെ ചിലവിൽ ജീവിക്കുന്നെന്ന നാട്ടുകാരുടെ പരിഹാസം സഹിക്കാൻ വയ്യത്രേ. ടെന്നീസ് അക്കാഡമി ഇട്ട് ലക്ഷങ്ങൾ സമ്പാദിച്ചു വന്ന താരം രാധിക യാദവിനെ വെടിവെച്ച് കൊന്ന ലക്ഷപ്രഭുവായ പിതാവ് ദീപക് യാദവിൻ്റെ കുറ്റസമ്മത മൊഴി തൽക്കാലം നാട്ടുകാരും സുഹൃത്തുക്കളും വിശ്വാസത്തിലെടുത്തിട്ടില്ല. മകളുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നെന്ന് പറഞ്ഞ് തനിക്ക് പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നതായും തൻ്റെ അഭിമാനത്തെ മുറിവേൽപ്പിച്ചതായുമാണ് ദീപക് യാദവ് പോലീസിനോട് നടത്തിയ കുറ്റസമ്മതം. ഹരിയാന ഗുരുഗ്രാമിലെ സെക്ടർ 57-ൽ വ്യാഴാഴ്ച രാവിലെയാണ് സംസ്ഥാന ടെന്നീസ് താരമായ രാധികയെ പിതാവ് ദീപക് വെടിവെച്ച് കൊന്നത്. സ്വന്തം തോക്കുപയോഗിച്ച് 5 തവണയാണ് വീട്ടിനുള്ളിൽ വെച്ച് ഇയാൾ രാധികയെ വെടിവെച്ചത്. 3 എണ്ണം രാധികയുടെ ശരീരത്തിൽ തുളച്ചു കയറി. രാധിക സ്വന്തമായി ആരംഭിച്ച ടെന്നീസ് അക്കാഡമിയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് വിവരം. അക്കാദമിയുടെ പ്രൊമോഷനായി രാധിക തയ്യാറാക്കിയ ഇൻസ്റ്റാഗ്രാം റീലുകൾ പിതാവിനെ അസ്വസ്ഥനാക്കിയത്രേ. താൻ മകളുടെ വരുമാനത്തെ ആശ്രയിക്കുന്നതായി ചൂണ്ടിക്കാട്ടി വസീറാബാദിലെ നാട്ടുകാർ നിരന്തരം പരിഹസിച്ചിരുന്നു. മകൾ നടത്തിയിരുന്ന ടെന്നീസ് അക്കാദമി അങ്ങനെ നിർത്താൻ താൻ മകളോട് ആവശ്യപ്പെട്ടിരുന്നു, കേട്ടില്ലെന്നും ദീപക് പറയുന്നു. എന്നാൽ ആ വാദം അദ്ദേഹത്തിൻ്റെ പരിചയക്കാർ നിഷേധിക്കുന്നു. മാസം 15 ലക്ഷം മുതൽ 17 ലക്ഷം വരെ വരുമാനമുള്ള ഗുരുഗ്രാമിലടക്കം നിരവധി അപ്പാർട്ട്മെൻറ്റുകൾ സ്വന്തമായുള്ള ദീപക് യാദവ് സ്വന്തമായൊരു ആഡംബര ഫാം ഹൗസ് വരെയുണ്ട്. എന്നിട്ട് മകളുടെ വരുമാനത്തിൽ ജീവിക്കുന്നെന്ന് പറഞ്ഞ് പരിഹസിക്കാൻ ആര് മുതിരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. മകളെ ടെന്നീസ് പഠിപ്പിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുമായിരുന്നു. 2 ലക്ഷം രൂപ വരെ വിലയുള്ള റാക്കറ്റാണ് ദീപക് യാദവ് മകൾ രാധികയ്ക്ക് വാങ്ങിക്കൊടുത്തത്. അപ്പോൾ കൊലപാതകത്തിന് പിന്നിൽ ടെന്നീസ് അക്കാഡമിയോ ടെന്നീസോ ആയിരിക്കില്ലെന്നാണ് നാട്ടുകാർ ഉറച്ചു വിശ്വസിക്കുന്നത്. രാധികയുടെ അമ്മ ദീപകിൻ്റെ ഭാര്യ മഞ്ജു ഇതുവരെയും പോലീസിന് മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല. തനിക്ക് സുഖമില്ല, അസുഖമാണെന്നാണ് അവർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്.